LDFിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വായിക്കും വിശദീകരിക്കുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് എല്ലാവർക്കും ലഭ്യമാക്കും. കേരളത്തിൻ്റെ ബാങ്ക് ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റേതായ ഒരു വൻകിട ബാങ്കിങ്ങിന് രൂപം നൽകും. സഹകരണ മേഖലയിൽ ദ്വിതല സമ്പ്രദായമായിരിക്കും. അഴിമതിക്ക് അന്ത്യം കുറിക്കും. സദ്ഭരണം ഉറപ്പാക്കും. രണ്ടാം ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കും. ഗവേണൻസ് ഫലപ്രദമാക്കും. എല്ലാ പരാതികളിലും പ്രശ്നങ്ങളിലും 30 ദിവസത്തിനകം സർക്കാർ തലത്തിൽ തീർപ്പുണ്ടാക്കും. പരാതികളോ ആവശ്യങ്ങളോ തള്ളപ്പെട്ടാൽ അവ പുനഃപരിശോധിച്ച് വ്യക്തത ഉണ്ടാക്കുന്നതിന് ജനപങ്കാളിത്തത്തോടെയുള്ള സംവിധാനം ഒരുക്കും. സെക്രട്ടേറിയറ്റ് അടിസ്ഥാനമായ സംവിധാനം മാറ്റി കേന്ദ്ര സർക്കാരിനെ പോലെ ഡയറക്ടറേറ്റ് രീതിയിൽ വികേന്ദ്രീകൃതവും ഫലപ്രദവുമായ സംവിധാനം കൊണ്ടുവരും. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ഇത്. എല്ലാ സർക്കാർ സേവനങ്ങളും ഏകജാലകത്തിലൂടെ ലഭ്യമാക്കുന്ന സേവന കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തും. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കും. യുവാക്കളുടെ പ്രശ്നങ്ങൾ. അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കും. തസ്തികകൾ വെട്ടിക്കുറയ്ക്കുന്ന രീതി അവസാനിപ്പിക്കും. അഡ്വൈസ് മെമ്മോ ലഭിച്ച് 90 ദിവസത്തിനകം നിയമന ഉത്തരവ് ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഓരോ വകുപ്പിലും ഉണ്ടാകുന്ന ഒഴിവുകൾ 10 ദിവസത്തിനകം PSCയെ അറിയിക്കുമെന്ന് ഉറപ്പുവരുത്തും. ഭാഷ. ഭരണഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തും. ഗവേണൻസ് മലയാളത്തിൽ തന്നെ നടപ്പിലാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും. കോടതി ഭാഷ മലയാളമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. തൊഴിൽ പരീക്ഷകൾ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ എന്നിവ മലയാളത്തിൽ എഴുതാൻ അവസരമുണ്ടാക്കും. ഗവേഷണ പ്രബന്ധങ്ങളടക്കം മലയാളത്തിൽ സമർപ്പിക്കുന്നതിന് സംവിധാനം ഉണ്ടാക്കും. ബിരുദതലം വരെ മലയാളം പഠനം നിർബന്ധമാക്കും. ബന്ധഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് പഠനം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കും. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും. മാധ്യമരംഗം. പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഫലപ്രദമാക്കും. സംസ്ഥാനത്തെ മാധ്യമപ്രവർത്തന പഠന കോഴ്സുകൾ പൊതുരൂപം നൽകും. അപ്പർ പ്രൈമറി തലം മുതൽ പാഠ്യപദ്ധതിയിൽ മാധ്യമ സാക്ഷരത ഉൾക്കൊള്ളിക്കും. മാധ്യമ പഠനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനം ഒരു കടമയായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കും. മാധ്യമ പഠനങ്ങൾക്ക് സർവകലാശാലകളിൽ വേറിട്ട വകുപ്പുകൾ ആരംഭിക്കും. ഈ രംഗത്ത് ബിരുദാനന്തര കോഴ്സുകൾ നടപ്പിലാക്കും. വൈദ്യുതി ബോർഡിൻ്റെ തൂണുകൾ ഉപയോഗിച്ച് ഡിജിറ്റൽ കേരള നെറ്റ്വർക്ക് സ്ഥാപിക്കും. 5 വർഷത്തിനുള്ളിൽ 100 രൂപയ്ക്ക് വീട്ടിലും 300 രൂപയ്ക്ക് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്കും 1000 രൂപയ്ക്ക് വ്യവസായ സ്ഥാപനങ്ങൾക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇതിലൂടെ ലഭ്യമാക്കും. ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് പ്രത്യേക പരിഗണന നൽകുകയും വാടക കുറയ്ക്കുകയും ചെയ്യും. ജീവനക്കാരുടെ മേഖല. EK നായനാർ അധ്യക്ഷനായുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലാക്കണമെന്ന ശമ്പള കമ്മീഷൻ്റെ നിർദ്ദേശം തള്ളിക്കളയും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാക്കും. സ്റ്റേറ്റ് സിവിൽ സർവീസ് കേഡർ രൂപീകരിക്കും. അൺഎയ്ഡഡ് മേഖല. അൺഎയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുതകുന്ന സമഗ്രമായ നിയമനിർമ്മാണം കൊണ്ടുവരും. സ്വാശ്രയ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ നിയന്ത്രണവും അക്കാദമിക് മികവും ഉറപ്പുവരുത്തും. മദ്യനയം. മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കുന്നതിന് ഉതകുന്ന നയം ആവിഷ്കരിക്കും. സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ അതിവിപുലമായ ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനം മദ്യവർജനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. സംവരണം. നിലവിലുള്ള സംവരണം സംരക്ഷിക്കും. മുന്നോക്ക വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതിന് സമ്മർദ്ദം ചെലുത്തും. SC/ST സംവരണം സ്വകാര്യ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തും. നിലവിലുള്ള പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ
സംരക്ഷിച്ചുകൊണ്ട് തന്നെ ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് ഇടപെടും. വാണിജ്യ മിഷൻ രൂപീകരിക്കും. കേരളത്തിൽ മണൽ, ക്വാറി തുടങ്ങിയ മേഖലയിൽ സർക്കാർ ഇടപെടും. പൊതുജനങ്ങൾക്ക് സഹായ വിലയ്ക്കും വൻകിട നിർമ്മാണത്തിന് മാർക്കറ്റ് വിലയ്ക്കും ഇവ ലഭ്യമാക്കും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളെ മെട്രോ സിറ്റിയായി വളർത്തിയെടുക്കും. തലസ്ഥാന വികസനത്തിന് പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും. മലബാർ വികസനത്തിന്, പ്രത്യേകിച്ച് കാസർഗോഡ്, വയനാട് പോലുള്ളവയ്ക്ക് പ്രത്യേക പരിഗണന നൽകും. ട്രാൻസ്ജെൻഡർ വിഭാഗം, ഭിന്നശേഷിക്കാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകും. ദളിത് ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടും. കുടുംബശ്രീയുടെ നീക്കിയിരിപ്പ് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി കായിക രംഗം ഉപയോഗിക്കുന്ന ബൃഹത് പദ്ധതിക്ക് രൂപം നൽകും. ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി കൊണ്ടുവരും. വർഗീയ പ്രചരണങ്ങളെയും സംഘർഷങ്ങൾ കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങളെയും ശക്തമായി നേരിടും. മതനിരപേക്ഷതാ സംസ്കാരം ഉറപ്പുവരുത്തുന്നതിന് സംവിധാനം ഉണ്ടാക്കും. ബജറ്റ് ചെലവ് ഇന്നുള്ളതിൽ നിന്നും ഗണ്യമായി ഉയർത്തി സംസ്ഥാന വരുമാനത്തിൻ്റെ 17-18% മിനിമം കൂലി 500 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. എല്ലാ താലൂക്കുകളിലും കുടുംബ കോടതി സ്ഥാപിക്കും. പരിസ്ഥിതി കോടതി ട്രിബ്യൂണൽ ആരംഭിക്കും. നോക്കുകൂലിക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കും. തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ച് തൊഴിലാളികൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തും. ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവർക്കും കുടിവെള്ളം, ഭക്ഷണം, വൈദ്യുതി, പാർപ്പിടം, സാമൂഹ്യ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശ്രമിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം വികസനത്തിന് അടിത്തറ ഒരുക്കുന്ന വിധം കാർഷിക വ്യാവസായിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിനുമുള്ള കാര്യക്ഷമമായ ഇടപെടലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഭാവനം ചെയ്യുന്നു. നടപ്പാക്കുന്ന രീതി: അധികാരമേറ്റ ഉടനെ ഇത് നടപ്പിലാക്കുന്നതിന് ഒരു കലണ്ടർ തയ്യാറാക്കും. ഓരോ വർഷവും നടന്ന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരങ്ങൾ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ തിരുത്തി കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാട് സ്വീകരിക്കും. അങ്ങനെ ഈ 600 നിർദ്ദേശങ്ങളും അതിൽ 35 പ്രത്യേകം എടുത്തു പറയുകയും ചെയ്യുന്ന സ്ഥിതിയിലുള്ള ഒരു പ്രകടന പത്രികയാണ്. ഈ പ്രകടന പത്രിക ഞങ്ങൾ ഇന്ന് ഇവിടെ റിലീസ് ചെയ്യുന്നു.